മാം നേരത്തെ പറഞ്ഞില്ലേ സൂതിക പരിചര്യ, അപ്പൊ അതൊന്ന് വിശദീകരിക്കാമോ? നമുക്കിവിടെ സൂതിക പരിചര്യ വരുമ്പോഴത്തേക്ക് നമ്മളൊരു പാക്കേജ് പോലെ ആയിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് 7 days ഉണ്ട്, പിന്നെ 14, 21, 28 days ആയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്കിവിടെ ട്രീറ്റ്മെന്റ് വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു 4 days വരുമ്പോൾ നമുക്ക് ഫുൾ ബോഡി മസാജ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ധാന്വന്തരം കഴിയുമ്പോൾ മുറിവെണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഹെഡ് മസാജും ഷോൾഡർ മസാജും ഒക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ വേദവെള്ളത്തിൽ തന്നെയാണ് കുളിപ്പിക്കുന്നത്. അപ്പം അമ്മയ്ക്ക് ഒരു സ്റ്റാഫ് നിന്ന് നല്ലോണം വേദ പിടിച്ചു കൊടുക്കുക. പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെയായിരിക്കും കുളിപ്പിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ബോഡി പാക്ക് ഒക്കെ ഇടുന്നുണ്ട്, ചെറുപയർ പൊടി അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട്. ഇതൊക്കെ ഒരു എന്താ പറയുക, അമ്മമാരുടെ സ്ട്രെച്ച് മാർക്കും അതൊക്കെ കുറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ 4 days, ഇത് 14 days പാക്കേജിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന 5 days നമ്മൾ ഈ മസാജിന്റെ കൂടെ തന്നെ അഭ്യംഗത്തിന്റെ കൂടെ തന്നെ ഇലക്കിഴി പോലെ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നതും ജോയിന്റ് പെയിൻസ് കുറയാനും നീർക്കെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും മാറാൻ വേണ്ടിയാണ് ഇലക്കിഴിയായിട്ട് കൊടുത്തു വരുന്നത്. കുറച്ചും കൂടെ സ്ട്രെങ്തനിങ് ആയിരിക്കും. കാര്യം ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഒരു ബാക്ക് പെയിൻ ഇഷ്യൂ ഭയങ്കര കൂടുതലായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു റിലാക്സിങ് ടെക്നിക്കാണ്. നല്ല രീതിക്ക് ബാക്ക് പെയിൻ ഒക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് വരുന്ന 4 days നമ്മൾ ചെറിയ രീതിക്ക് ഒരു പൊടിക്കിഴിയാണ് ചെയ്തു വരുന്നത്. ഇതും കൂടുതലും ജോയിന്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഡേ വരുമ്പോൾ നമ്മൾ ഞവരക്കിഴി കൊടുക്കുന്നുണ്ട്. ഇത് മദറിന്റെ സ്കിന്ന് കുറച്ചും കൂടെ സ്മൂത്ത് ആവാനും, പിന്നെ അവർക്കൊരു ബ്യൂട്ടി കോൺഷ്യസ് കാണുമല്ലോ, അതിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും, പിന്നെ അവർക്കൊരു മെന്റലി ഒന്ന് ഒരു എന്താ പറയുന്നത്, എന്തൊക്കെയായാലും ഒരു അമ്മയ്ക്ക് ആ ഒരു സമയത്തുള്ള ശരീരം പോയി അങ്ങനെ ഒരു കുറെ ചിന്താഗതികൾ കാണുമല്ലോ, അതിൽ നിന്നൊക്കെ ഒന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്.